അപ്പം ഞാനങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുക. ദൈവമേ, എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എനിക്ക് ഉറക്കമില്ലാതെ എനിക്ക് അത്രയും നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഞാൻ ആക്ച്വലി കരഞ്ഞു. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും സന്തോഷമായിരിക്കാനാണ് കർത്താവ് പറയുന്നത്, അല്ലേ? ആ സമയത്താണ് ഞാൻ വളരെ അധികം വചനങ്ങൾ പഠിച്ചത്, ഒത്തിരി കുരിശിൻ്റെ വഴി ചൊല്ലിയത്. ഒരു പക്ഷേ എനിക്ക് ആ പ്രാർത്ഥനയെല്ലാം ആവശ്യം ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കുമായിരുന്നായിരിക്കാം. കാരണം മോനുണ്ടായി 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്റ്റീവായിട്ട് മിനിസ്ട്രിയിൽ ഇറങ്ങിയത്. ഹായ് എവ്രി വൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ അഡീഷണലായിട്ട് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പറഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് 2 ക്ലാസ്സായിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അന്ന് ഞാൻ പറയാതിരുന്ന പ്രാർത്ഥനയുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഉപവാസത്തെക്കുറിച്ചും ഈ ക്ലാസ്സിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അല്ലെ എങ്ങനെയാണ് ഉപവാസം ചെയ്യുന്നത്, അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം പ്രാർത്ഥനയെക്കുറിച്ചല്ലേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സഭ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സമയങ്ങളുണ്ടല്ലേ, യാമപ്രാർത്ഥനകൾ, അല്ലെങ്കിൽ പഴയ ആൾക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഉച്ച കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും, കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യും. ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ സമയത്ത് ഓർക്കുമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി, എൻ്റെ അമ്മയുടെ വീട്ടിൽ, എൻ്റെ ഫാദറിൻ്റെ പേരൻസ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഞാൻ അവധി സമയത്തൊക്കെ എൻ്റെ മമ്മിയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവരൊക്കെ വളരെ റിലീജിയസ് ആയിട്ട് പ്രാർത്ഥനകളെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിയോടുകൂടി എഴുന്നേറ്റ് ഏകദേശം 1 മണിക്കൂർ നേരം പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞും ഭക്ഷണത്തിന് മുമ്പ് ഏതായാലും ചെറിയൊരു പ്രാർത്ഥന, പക്ഷേ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിക്കും. എനിക്കൊന്ന് ഒരു 20 മിനിറ്റ്സ് ആയിരുന്നു. പിന്നെ വൈകിട്ട് നല്ല ദീർഘനേരം 1 മണിക്കൂർ മിച്ചം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളായിരുന്നെങ്കിലും ഞങ്ങളെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ചെറിയ കുട്ടികളായിരിക്കുമ്പം മുഴുവൻ നേരം ഇരുത്താതെ കുറച്ച് ഒരു ഹാഫ് ടൈം കഴിയുമ്പം കിടന്നോളാൻ പറയുമായിരുന്നു. ഉറക്കം വരുവാണെങ്കിൽ കിടന്നോളാൻ പറയുമായിരുന്നു. അപ്പം അങ്ങനെ, പക്ഷേ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ ആ സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുവാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഒരു പ്രത്യേക മഹത്വമുണ്ട്. ഒത്തിരി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ധൈര്യപ്പെടുത്താനും ഒക്കെ ആ പ്രാർത്ഥനകൾ ഒത്തിരി സഹായിക്കും. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലും നിശ്ചിത സമയം, അത്രയും നേരം അല്ലെങ്കിൽ പോലും നമുക്ക് സാധിക്കുന്ന അത്രയും സമയം നമ്മൾ എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്, അല്ലേ? നമ്മൾ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന വഴിയാണ് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതും ആ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുന്നതും. അപ്പം എനിക്ക് ഇന്ന് പറയാനുള്ള ഒരു കാര്യം, പലരും ഇങ്ങനെ രാത്രി സമയത്ത് അല്ലെങ്കിൽ ഒരു 3 മണിക്ക് അങ്ങനെയൊക്കെ അല്ലെ അലാം വെച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പ്രാർത്ഥിക്കുന്നതായിട്ട് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്കുള്ള ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. പക്ഷേ അത് ഞാൻ പറയുമ്പോൾ പോലും നമ്മളുടെ പ്രാർത്ഥിക്കുമ്പം രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തൊരു സാക്രിഫൈസ് ഉണ്ട്, അല്ലേ? നമ്മുടെ ഉറക്കത്തെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക വിലയുണ്ട്. അല്ലാതെ സഭ അതൊരു ഒബ്ലിഗേറ്ററി പ്രെയർ ആയിട്ടൊന്നും പറയുന്നില്ല, നിർബന്ധമായിട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, സാധിക്കുമെങ്കിൽ മാത്രം പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ഒബ്ലിഗേറ്ററി പ്രെയർ അല്ല അതൊരിക്കലും. പക്ഷേ ചിലരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി, അല്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ പ്രത്യേക ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊരു
പരിത്യാഗം എടുത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു സാക്രിഫൈസ് എടുത്ത് ചെയ്യുമ്പം അതിനൊരു ഗുണമുണ്ട് അല്ലേ, അതിനൊരു പ്രതിഫലം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഓരോ സമയത്തിന് ദൈവം നിശ്ചയിച്ച സമയങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ബൈബിളിൽ കാണുന്നില്ല ഇങ്ങനെ രാത്രി സമയം പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങനെ എക്സ്ട്രാ ഇതൊന്നും എവിടെയും പറയുന്നില്ല. എങ്കിൽ പോലും പലരും ഈശോ പോലും രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു, അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ സങ്കീർത്തനത്തിലെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് രാത്രി സമയത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞ്. അപ്പം ഏത് സമയത്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അപ്പം നമ്മൾ കുറച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കാം അതിനൊരു പ്രത്യേക ഗുണമുള്ളത്. കാരണം പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു ഇൻറ്റൻഷന് വേണ്ടി രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട്. അത് ആ 3 മണി എന്നുള്ളതല്ല, നമ്മളൊരു സാക്രിഫൈസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ പോലും അതൊരു ഒബ്ലിഗേറ്ററി പ്രെയർ അല്ല, എല്ലാവരും അതിനൊന്നും തുനിയേണ്ട ആവശ്യവുമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ സഭയും നിഷ്കർഷിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. ഞാൻ എൻ്റെ 5ാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് രാത്രിയിൽ ഞാൻ കിടക്കും, നോർമൽ ടൈം ഒരു 10:30, 11 ആ ഒരു സമയത്ത് കിടക്കും. എന്നിട്ട് ഞാൻ എന്നും ഒരു 2:30, 2:45 ഒരു 3:30 ഇടയ്ക്ക് എഴുന്നേക്കും, തന്നെ അങ്ങ് ഉണരും. ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, പക്ഷേ ഈ ഏകദേശം ഒരു 3, 3:15 അല്ലെ 2:45 ഈ ഒരു സമയത്ത് എഴുന്നേക്കുന്ന പോലെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പം എനിക്ക് നല്ല, നമ്മൾ ഈ ഉറക്കമൊക്കെ തെളിഞ്ഞെഴുന്നേക്കുമല്ലേ, അതുപോലെ എഴുന്നേക്കുന്നത്, നല്ലതായിട്ട് ഉണർന്നങ്ങിരിക്കുക. പിന്നെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മനസ്സ് നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഒരു റിഫ്രഷ് സ്റ്റേറ്റിലിരിക്കുമോ അതുപോലെയാണ് എഴുന്നേക്കുന്നത്. പക്ഷേ എനിക്ക് പിന്നെ ഉറങ്ങണമെങ്കിൽ ഞാൻ 3-4 മണിക്കൂർ കഴിയുമ്പം എനിക്ക് പിന്നെ ഉറക്കം വരത്തുള്ളൂ. അത്രയും സമയം ഞാനിങ്ങനെ വെറുതെ കിടക്കും. അപ്പോൾ അത് ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ത്രൂ ഔട്ട് വന്നൊരു കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചോ എന്തെങ്കിലും ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ മറ്റ് 4 പ്രഗ്നൻസിയിലും ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ഒരു ലാസ്റ്റ് പ്രഗ്നൻസിയിൽ മാത്രമേ എനിക്കിത് വന്നുള്ളൂ. അപ്പം എനിക്കൊന്നൊരു 2-3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എനിക്കിങ്ങനെ ഉറക്കം പോവും. അപ്പം ഇങ്ങനെ ഉറങ്ങാതെ നമ്മൾ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ വീഡിയോയിലും, എനിക്ക് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളായിരിക്കും. അപ്പം എനിക്ക് ജോലി ചെയ്യാനൊക്കെ എൻ്റെ മനസ്സ് അത്രയും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഒരാഴ്ചയായപ്പോഴത്തേക്ക് ഞാൻ പലരോടും ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഇങ്ങനെ ഉറക്കം വരുന്നില്ല, അപ്പോൾ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും. അപ്പോൾ പലരും എന്നോട് പലത് പറഞ്ഞു, കൊന്ത ചൊല്ലി നോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുക, അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമ്പം, ഞാൻ കൊന്ത ചൊല്ലുമ്പോൾ ഞാൻ നല്ലതായിട്ട് ഉണരുക, അതായത് നല്ല ഫ്രഷ് ആവുക, സൂപ്പർ ഫ്രഷ് എന്നൊക്കെ പറയുന്ന പോലെ. അല്ലാതെ എനിക്ക് ഒരു ഉറക്കവും വരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് ഡേ എനിക്ക് ജോലി ചെയ്യണമല്ലോ, നമുക്ക് ആ ജോലി ചെയ്യുമ്പം നമുക്ക് ആ ഒരു എഫിഷ്യൻസിയിൽ ചെയ്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുക, ദൈവമേ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എനിക്ക് ഉറക്കമില്ലാതെ എനിക്ക് അത്രയും നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഞാൻ ആക്ച്വലി കരഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റിയലൈസ് ചെയ്തു, ഇത് ഈ പ്രഗ്നൻസിയിൽ വന്ന എന്തോ ഒരു പ്രോബ്ലമാണ്. അപ്പം അത് എനിക്ക് പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടും അത് മാറുന്നില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പല സമയത്തും, അത് ഞാനൊരു കാര്യം പഠിച്ചാണ്, പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വരും. പക്ഷെ അപ്പം നമ്മൾ അതിനെ കരഞ്ഞുകൊണ്ടല്ല, അതിനെ എങ്ങനെ നമുക്ക് ഡീല് ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലം ഉണ്ട്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുരിശുകൾ വഹിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ. അവനവൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നാണ് ക്രിസ്തുവും പറഞ്ഞത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, പ്രശ്നങ്ങൾ വരാം, സഹനങ്ങൾ വരാം. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, എപ്പോഴും സന്തോഷമായിരിക്കാനാണ് കർത്താവ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്, ഇതിനി എന്താണ് ബെസ്റ്റ് സൊല്യൂഷൻ. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് കാര്യമില്ല, വെറുതെ ഉറങ്ങുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉറക്കവും കൂടെ പോകുന്നല്ലാതെ വേറൊരു കാര്യവുമില്ല. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യാം. എല്ലാവരും പറഞ്ഞ പല പല മാർഗങ്ങളും ഞാൻ നോക്കി, എനിക്ക് ഉറക്കം വരുന്നില്ല. സോ എന്നാണ് എനിക്കിനി ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ശരി, ഏതായാലും ഞാൻ നന്നായിട്ട് ഉണർന്നിരിക്കുക, അപ്പം ഞാൻ പ്രാർത്ഥിച്ചേക്കാം, ഉറക്കം വരുന്നത് വരെ അങ്ങ് പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അടുത്ത ദിവസം തൊട്ട് എപ്പോഴും എഴുന്നേക്കും, കൃത്യമായിട്ട് എഴുന്നേക്കും, ഈ ഒരു സമയത്ത് എഴുന്നേക്കും. പിന്നെ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഉറക്കമില്ല.
ഇപ്പം ഞാൻ 3-ന് എഴുന്നേക്കുവാണെങ്കിൽ 4, 5, 6 3.5 മണിക്കൂർ, ഒരു 6:30 ആകുമ്പോഴാണ് പിന്നെ ഉറക്കം വരുന്നത്. ഒരു 3.5 മണിക്കൂർ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ 3.5 മണിക്കൂർ പ്രാർത്ഥിക്കണമല്ലോ. അപ്പം ഞാൻ ആദ്യം കൊന്ത ചൊല്ലും. മാതാവിൻ്റെ കൊന്തയാണോ കുരിശിൻ്റെ വഴിയാണോ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. എനിക്കൊന്ന് ഞാൻ ആദ്യം കുരിശിൻ്റെ വഴി ചൊല്ലുമെന്ന് തോന്നുന്നു. കുരിശിൻ്റെ വഴി നമ്മൾ പറയത്തല്ലേ ആഘോഷമായി കുരിശിൻ്റെ വഴിയിൽ. അപ്പോൾ 1.25 മണിക്കൂറുള്ള കുരിശിൻ്റെ വഴി, ക്രൂശിൽ മരിച്ചവനെ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതൊരു 1 മണിക്കൂർ മിച്ചം ഉണ്ടെന്ന്, അതോ 1 മണിക്കൂറോ എനിക്ക് ഓർമ്മ വരുന്നില്ല എത്രയാന്ന്. അപ്പം അത് ഞാൻ ആദ്യം അങ്ങ് ചൊല്ലും. അപ്പം എഴുന്നേക്കുന്നില്ല, ഞാൻ കിടന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം പ്രഗ്നൻസിയുടെ നമുക്കൊരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എഴുന്നേറ്റിരുന്ന് ഞാൻ ചൊല്ലാൻ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ തല നല്ല ഉണർന്നായിരിക്കുന്നത്, നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ കിടന്നുകൊണ്ട് തന്നെ അതങ്ങ് കേൾക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണരാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ ചെവിയിൽ വെച്ചിട്ട് ഹെഡ്ഫോൺസ് വെച്ചിട്ട് കുരിശിൻ്റെ വഴി മുഴുവൻ കേൾക്കും. അപ്പോൾ 1 മണിക്കൂർ. പിന്നെ മാതാവിൻ്റെ ജപമാല ചൊല്ലും. അതും വളരെ നല്ല നീളമുള്ള 45 മിനിറ്റ്സ് ഉള്ള ജപമാല ചൊല്ലും. അത് കഴിഞ്ഞിട്ട് കരുണക്കൊന്ത ചൊല്ലും. ഇത്രയും കഴിയുമ്പോഴും പിന്നെ ഇഷ്ടം പോലെ സമയം 2 മണിക്കൂർ 2.25 മണിക്കൂറേ ആകത്തുള്ളൂ. പിന്നെ എനിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം പിന്നെയും വെച്ചുവാ. അപ്പം ഞാൻ എഴുന്നേക്കും. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ട് വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി വചനം വായിക്കുക മാത്രമല്ല കാണാതെയും കൂടെ പഠിച്ചേക്കാം, ഏതായാലും നല്ല ഉണർന്നിരിക്കുവാണല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി വചനങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങി. അത് ആദ്യം ചെയ്തില്ല, ആദ്യം കുറച്ച് ദിവസം ഇങ്ങനെ വായിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വചനം കാണാതെ പഠിച്ചേക്കാം. അപ്പം ആ ഒരു പ്രഗ്നൻസിയുടെ ഫുൾ ടൈമിൽ ഞാൻ ഇതാണ് ഫോളോ ചെയ്തത്. ആ ഡെലിവറിയുടെ തലേ ദിവസം വരെയും എനിക്ക് ഈ ഉറക്കം പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങി, പീസ്ഫുള്ളായിട്ട് പഴയ പോലെ തന്നെ ഉറങ്ങാൻ തുടങ്ങി. അപ്പം അന്ന് തലേ ദിവസം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഉറങ്ങുകയെന്നല്ല ഇതുപോലെ എഴുന്നേറ്റിരിക്കും കുറേ സമയം. അപ്പം ഞാൻ 3:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് 3 മണിക്ക് എഴുന്നേറ്റെങ്കിൽ ഇഷ്ടംപോലെ സമയം പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനും. എനിക്ക് തോന്നുന്നു ഞാൻ അപ്പോഴാണ് കുറേ അധികം വചനങ്ങൾ പഠിച്ചു കേട്ടോ. ഒത്തിരി വചനം പഠിച്ചു. അപ്പം അന്ന് എനിക്കൊരു സിസ്റ്റം ഒന്നുമില്ല വചനം പഠിക്കാനോ റീകോൾ ചെയ്യാനോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇന്ന് ഞാനൊരു കുറേ വചനങ്ങൾ കാണാൻ പഠിച്ചെങ്കിൽ നെക്സ്റ്റ് ദിവസം ഞാൻ എൻ്റെ ഒരു വാട്സാപ്പിൽ ഇതെല്ലാം എഴുതി വെക്കും. എഴുതിയിട്ട് ഞാൻ തന്നെ കാണാതെ എഴുതും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ അതൊന്നുകൂടെ പഠിക്കും. അങ്ങനെ ഞാൻ അതങ്ങ് അയക്കും. അടുത്ത ദിവസം ഞാൻ പഠിച്ചത് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ വാട്സാപ്പിൽ ഇങ്ങനെ എഴുതും. അപ്പോൾ ഈ ഇത് തന്നെ ഞാൻ സെയിം മെസ്സേജ് തന്നെ, അന്ന് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഈ സെയിം ലിസ്റ്റ് തന്നെ എടുത്തിട്ട് ഒന്നുകൂടെ സെൻഡ് ചെയ്തിട്ട് മറ്റേത് ഡിലീറ്റ് ചെയ്യുമായിരുന്നു ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഒരു ലിസ്റ്റ് തന്നെ ഞാനിങ്ങനെ വലിയ ഒരു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ അയക്കും. കാരണം എനിക്കത് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ കുറേ അധികം വചനങ്ങൾ പഠിച്ചു. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറെ സമയം പ്രാർത്ഥിച്ചത് കേട്ടോ. അപ്പം അത് ആ ഡെലിവറിയോടുകൂടി ആ ഉറക്കത്തിൻ്റെ ആ പ്രശ്നം തീർന്നതോടുകൂടി ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. അപ്പോൾ എനിക്കുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പഠിച്ച ഒരു 6:30 ആകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഉറക്കം വരും. നമുക്ക് നല്ല ഉറക്കം വരുമെന്ന് പറയല്ലേ, അതുവരെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നിട്ട് ഭയങ്കര ഉറക്കം വന്നിട്ട് ഞാൻ അങ്ങ് ഉറങ്ങും. ഒരു 6:15 6:30 ആകുമ്പോൾ അങ്ങ് ഉറങ്ങിയിട്ട് അപ്പോൾ ഒരു ഭയങ്കര ഡീപ്പ് സ്ലീപ്പാണ്. 6:30 ആകുമ്പോൾ ഉറങ്ങുന്ന ഞാൻ ഒരു 8 മണി, ഒരു 1.5-2 മണിക്കൂർ അല്ലെ 8:30 വരെ നല്ല ഒരു ഡീപ്പ് സ്ലീപ്പ് എനിക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടും. എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് ഒത്തിരി സപ്പോർട്ടൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. കാരണം നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് വീട്ടിലെല്ലാവരും നമ്മളെ സഹായിക്കുമല്ലോ. അപ്പം എന്നിട്ട് പിന്നെ ഞാൻ 8:30 എഴുന്നേൽക്കുമ്പം ഒരു ഹോൾ നൈറ്റ് നമ്മൾ ഉറങ്ങിയാൽ എങ്ങനെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കും, അതേപോലെ എൻ്റെ ഉറക്കം തീർന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രശ്നം, ഉറക്കമില്ല എന്നുള്ള പ്രശ്നത്തെ ഒന്നുകിൽ എനിക്ക് കരഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഡീൽ ചെയ്യാം. ഇങ്ങനെ ഉറക്കമില്ല എന്നോർത്ത് എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടിരുന്നാലും 4 മണിക്കൂർ ഉറങ്ങാതെ കിടന്നാൽ എത്ര ഡിഫിക്കൽട്ടാണ് അല്ലേ. തിരിഞ്ഞും മറിഞ്ഞും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ടില്ല. കിടക്കുമ്പോഴേ ഉറങ്ങുന്ന ഒരു ടൈപ്പായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്കിങ്ങനെ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റി ആ സമയത്തെ. അത് കഴിയുമ്പോൾ എനിക്കൊരു ഡീപ്പ് സ്ലീപ്പും കിട്ടി. ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ബാക്കി ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷവും എനർജിയൊക്കെ കിട്ടി. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നോക്കണം. കാരണം ഏതായാലും ഞാൻ എത്ര കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും ആ ഡെലിവറിയുടെ സമയം വരെയും
എന്ത് കാരണം കൊണ്ടാണോ ഉറക്കമില്ലായ്മ ഇരുന്നത് അത് തുടരുക തന്നെ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം ആ ഒരു സമയം എനിക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമായി മാറി. ആ സമയത്താണ് ഞാൻ വളരെ അധികം വചനങ്ങൾ പഠിച്ചത്, ഒത്തിരി കുരിശിൻ്റെ വഴി ചൊല്ലിയത്. ഒരു പക്ഷേ എനിക്ക് ആ പ്രാർത്ഥനയെല്ലാം ആവശ്യം ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കുമായിരുന്നായിരിക്കാം. കാരണം മോനുണ്ടായി 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്റ്റീവായിട്ട് മിനിസ്ട്രിയിൽ ഇറങ്ങിയത്. അതിനധികം താമസിയാതെയാണ് യൂട്യൂബൊക്കെ തുടങ്ങുന്നത്. അപ്പം ദൈവം ആ ഒരു നമ്മളെ ഒരു മിഷൻ ഏൽപ്പിക്കുമ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ പോലെ ആയിരുന്നായിരിക്കാമെന്ന് ഞാനിപ്പോൾ അങ്ങ് വിചാരിക്കുവാണ്. ഏതായാലും അതെനിക്ക് ഒത്തിരി സഹായമായി. എന്തായാലും എനിക്ക് മനസ്സിനും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമ്മൾ ആ ഒരു സമയത്തെ പ്രാർത്ഥനയാക്കി മാറ്റി. അപ്പം നമ്മൾ വചനം പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലും ഒത്തിരി ഒരു പോസിറ്റിവിറ്റി വന്നെന്നറിയും അല്ലേ. അപ്പം ഒന്നുകിൽ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാം ഉറക്കമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്കതിനെ ഒരു പോസിറ്റീവായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്കതിനെ നമ്മളെ ദൈവത്തോട് അടുക്കുന്ന ഒരു മാർഗമാക്കിയും മാറ്റാം അല്ലേ. അപ്പം നമ്മൾ ഓരോ പ്രശ്നങ്ങളും വരുമ്പം അതിനെ അങ്ങനെ ഡീൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് എല്ലാവരും ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ട്, രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, അങ്ങനെ സ്പെഷ്യൽ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിച്ചപ്പം ഗുണമുണ്ടായി എന്നൊക്കെ. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട കുറേ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ അതിനെ ഒന്നും ഹിൻഡർ ചെയ്യുന്നത് പോലെ നമ്മുടെ ഉറക്കം കളഞ്ഞ് ഒന്നും അങ്ങനെ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ലിമിറ്റഡ് പീരീഡ് അല്ലേ. അപ്പം നമ്മൾക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ലൈഫ് ലോങ് അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഒത്തിരി സ്ട്രെസ്സായിട്ട് ഒരുപക്ഷെ നമുക്കൊരു ഇറിറ്റബിലിറ്റി വരാം, അല്ലെങ്കിൽ അതൊരു ആകപ്പാടെ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, എനിക്ക് ഉറങ്ങാതെ എൻ്റെ ജോലി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഉറക്കം ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ 2 മണിക്കൂറോ 3 മണിക്കൂറോ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് തിരിച്ചുറങ്ങാൻ തന്നെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പകലുള്ള എൻ്റെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പോൾ ഇതിന് ഗുണമുണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും തന്നെ തീരുമാനിക്കുക. അതൊരു ഒബ്ലിഗേറ്ററി പ്രെയർ ഒന്നുമല്ല, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ചെയ്യുവാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്കതൊത്തിരി നല്ലതായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഞാനിപ്പം വിശ്വസിക്കുന്ന എൻ്റെ മിഷന് വേണ്ടി എനിക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മിഷന് വേണ്ടി ദൈവം എന്നെ ഒരുക്കാനായിരിക്കാം ആ ഒരു നീണ്ട കാലഘട്ടം എനിക്കങ്ങനെ ആ ഉറക്കമില്ലായ്മ തരികയും അതുവഴി എനിക്ക് ഒത്തിരി വചനം പഠിക്കാനും ആ ഒരു ഹാബിറ്റ് തുടങ്ങി. വചനം പഠിക്കുക എന്നൊരു ഹാബിറ്റ് അപ്പോഴാണ് എനിക്ക് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി വചനങ്ങൾ ഇങ്ങനെ പഠിക്കുമായിരുന്നു. പക്ഷേ ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ്. അതുപോലെ തന്നെ ഏറെ കുരിശിൻ്റെ വഴി, മാതാവിൻ്റെ ജപമാല, കരുണയുടെ കൊന്ത, അങ്ങനെ ഒത്തിരി ഏറെ സമയം പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് ഞാനതിനെ കരുതിയത്. അപ്പം അത് ആണ് എൻ്റെ ഫസ്റ്റ് പ്രയറിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതെ പോയ കാര്യം. ഇനി പറയാനുള്ളത് ഫാസ്റ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഫാസ്റ്റിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മമ്മി ഫ്രൈഡേ എല്ലായ്പ്പോഴും ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമായിരുന്നു. അപ്പോൾ മമ്മി എനിക്ക് തോന്നുന്നു ഉച്ചവരെ കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ അന്ന് നോൺ വെജ് ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു. മമ്മി കഴിക്കുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മ വരുന്നില്ല. പക്ഷേ നോൺ വെജ് ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് വെജിറ്റേറിയനാണ്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഫിഷൊക്കെ കാണും. അപ്പം ഫ്രൈഡേ എപ്പോഴും വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പം ഞാനിത് കണ്ടു വളർന്നുകൊണ്ട് ഞാൻ ഹൈസ്കൂളിലൊക്കെ ആയപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എനിക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഫ്രൈഡേ ഹാഫ് ഡേ കഴിക്കാതിരിക്കും. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഫ്രൈഡേ ഒരു ഈവനിങ് വരെയൊക്കെ കഴിക്കാതിരുന്നത്. അപ്പം അത് എന്നെ മമ്മിയൊക്കെ വഴക്ക് പറയുന്നത് കൊണ്ട് ഞാൻ മിണ്ടാതെ വന്നിട്ട് ഉച്ചയ്ക്ക് തന്നുവിടുന്ന ചോറ് വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് ഉണ്ണുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടി വന്ന് വെളിയിൽ നിന്നൊക്കെ ഒത്തിരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അസിഡിറ്റി പോലെ വന്നു. ഞാൻ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പ്രത്യേകമായിട്ട് കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടിയില്ല. അപ്പം
നമ്മളെല്ലാവരും ബൈബിളിൽ പല സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ക്രിസ്തു തന്നെയും ഒത്തിരി ഫാസ്റ്റ് ചെയ്യുകയും എല്ലാവരും തന്നെ ഫാസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് ശരിയെന്നാൽ ഇതിനൊരു സ്പെഷ്യൽ ഇൻറ്റൻഷൻ പോലെ വെച്ചിട്ട് ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കൃത്യമായി ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, ഒത്തിരി വർഷം മുമ്പാണ്, കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്, ഒത്തിരി നാൾ മുമ്പ്. അപ്പം ഞാൻ എന്ത് ഫാസ്റ്റിംഗാണ് ചെയ്തതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. മേ ബി ഞാൻ ഹാഫ് ഡേ കഴിക്കാതിരുന്നായിരിക്കും 2-3 ദിവസം എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അന്നേരം വെജിറ്റേറിയനും ആക്കിയായിരിക്കും. എന്തോ ഞാൻ ചെയ്തു ഫാസ്റ്റിങ്. എന്നിട്ട് ഞാൻ ഒരു ധ്യാനമന്ദിരത്തിൽ പോകുമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ സൺഡേ. അപ്പോൾ അവിടുത്തെ അച്ഛൻ സാധാരണ ഇങ്ങനെ ഒന്നും അനൗൺസ് ചെയ്യത്തില്ല, പേര് വിളിച്ച് പറയുവോ അല്ലെങ്കിൽ രോഗശാന്തി കിട്ടിയതൊന്നും പറയാറില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഈ ഫാസ്റ്റിംഗ് എടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ദൈവിക അനുഭവം പോലെ തോന്നി കേട്ടോ, ഒരു പ്രത്യേക ഒരു അനുഭവം പോലെ തോന്നി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അച്ഛൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു. പക്ഷേ എൻ്റെ പേര് വിളിച്ചത് കൃത്യമായി കേട്ടില്ല, കാരണം ഞാൻ ഈ ഒരു അനുഭവത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പേര് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അതും ശ്രദ്ധിച്ചില്ല, ഞാനിങ്ങനെ ചിരിച്ച് കാണിച്ചു, കാരണം ഞാൻ ഈ ഒരു കോൺസെൻട്രേഷനിലായിരുന്നു, എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട്. അപ്പം തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പൊക്കോണ്ടിരുന്നപ്പം കാറിൽ വെച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന് അച്ഛൻ പേര് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞെന്ന്. അത് എനിക്കപ്പോൾ എന്തോ ഒരു പറയുന്ന പോലെ തോന്നി, എനിക്കും അത്ര കൃത്യമായി ക്ലിക്ക് ചെയ്തില്ല. പക്ഷേ ഹസ്ബൻഡ് പിന്നെ പറഞ്ഞപ്പം ആ ഒരു സമയത്ത് എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ തന്നെ അച്ഛൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ സാധാരണ അച്ഛൻ ആരുടെയും പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അന്ന് മാത്രം അങ്ങനെ ഒരു അനുഭവം അന്ന് മാത്രം ഞാൻ കേട്ടിരിക്കുന്നത്, ഒത്തിരി നാൾ പോയിട്ടും. അപ്പം നമ്മൾ ഫാസ്റ്റ് ചെയ്ത ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ എത്തുമെന്ന് എനിക്ക് ഒരു ഭയങ്കര ഉറപ്പ് കിട്ടിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ ഓർക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരിയും കൂടെ പഴയ പോലെ ഫുൾ ഡേ ഒക്കെ ഫാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കും. എന്നാലും എനിക്കൊരു പേടിയാണ്, ഒത്തിരി വർഷമായിട്ട് അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടില്ല, ഫുൾ അങ്ങനെ കഴിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഇനി ഇടയ്ക്കൊരു അസിഡിറ്റി വന്നുകൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്ത്. അസിഡിറ്റി എങ്ങാനും വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് തുനിഞ്ഞുമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഒരു ദിവസം എനിക്കങ്ങ് തോന്നി, ശരി, ആരും എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, ഒരു 3 ഡേ ഇങ്ങനെ ഒരു വാട്ടർ ഫാസ്റ്റിങ്. ഇപ്പോൾ തപസ് ധ്യാനം ചെയ്യുന്നവർ 3 ദിവസം ഇങ്ങനെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യുമെന്ന് എനിക്കൊന്ന് രേണു ചേച്ചിയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ബ്ലെസ്സഡ് ഫാമിലിയിലെ രേണു ചേച്ചി പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഒരു ചെറിയ ഓർമ്മ, ചേച്ചിയാണോ പറഞ്ഞത് അതോ അച്ഛനാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം ഞാൻ അത് കേട്ടപ്പം എനിക്ക് ഒന്ന് ചെയ്യണം തോന്നി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും എന്നെ അതിന് എൻകറേജ് ചെയ്തില്ല. പുള്ളിക്കാരൻ ചെയ്യുന്നതാണ്, പക്ഷെ എന്നോട് പറഞ്ഞ് നീ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്ലീസ് ചെയ്തോട്ടെ, കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ദിവസം വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ, ഒന്നും ഫുഡ് കഴിക്കത്തില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം, അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. ആ ഒരു പോയിന്റിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തവരെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ശരിയാ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു മോണ്ടി തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു, മോണ്ടി തേഴ്സ്ഡേ, ഗുഡ് ഫ്രൈഡേ, ഹോളി സാറ്റർഡേ 3 ദിവസം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ വർക്ക് ചെയ്യുവാണ്, ശനി അവധിയാണ്, വെള്ളി അവധി എടുക്കുന്ന ദിവസമാണ്. അപ്പം മോണ്ടി തേഴ്സ്ഡേ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും, വിശക്കുമ്പോൾ വെള്ളം സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പം നമുക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ വിചാരിക്കും, ഓക്കെ, ഒരു നെക്സ്റ്റ് ഉച്ച വരെ നോക്കാം, ഉച്ചയാകുമ്പം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം. അന്നേരം ഉച്ചയാകുമ്പോൾ വിചാരിക്കും, ഓക്കെ, വൈകുന്നേരം വരെ നോക്കാം, വൈകുന്നേരം ഓർക്കും, ഓക്കെ, ഇന്ന് വൈകിട്ട് വരെ നോക്കാം. അങ്ങനെ ഞാനിങ്ങനെ ചെറിയ ടൈം ഇങ്ങനെ പ്രൊലോങ് ചെയ്തു, ഇത്ര നോക്കാം. അങ്ങനെ ഞാൻ 3 ദിവസവും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. നമ്മൾക്ക് അങ്ങനെ 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തീരെ നമുക്ക് എനർജി ഇല്ല. അപ്പം ഞാൻ മോസ്റ്റ്ലി അങ്ങ് കിടക്കുക തന്നെയായിരുന്നു. വളരെ എൻ്റെ ഈ ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി മിനിമൈസ് ചെയ്ത്, ജോലി ചെയ്യാത്ത അവധി എടുത്തത് കൊണ്ട് അങ്ങനെ കിടക്കായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോവും, വ്യാഴാഴ്ച പള്ളിയിൽ പോവും, പള്ളികളിലെ എല്ലാ കാര്യങ്ങൾക്കും പോകുമായിരുന്നു. അല്ലാതെ വീട്ടിലെ ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്ത് റെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം സക്സസ്ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു അസിഡിറ്റിയുടെ പ്രശ്നമോ ഒരു ബുദ്ധിമുട്ടോ തോന്നിയില്ല.
ഭയങ്കര ഒരു സുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നമുക്ക് വയറിനൊക്കെ നല്ലൊരു സുഖമായിരുന്നു. അപ്പം ആ ഒരു 3 ദിവസം അങ്ങനെ അത് ചെയ്തതുകൊണ്ട് പിന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ വർഷവും അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ വർഷം മാത്രം ചെയ്തില്ല. ഈ വർഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ഒരു ക്ലാസ് എടുക്കാൻ പോകണമായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പോകണമായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്ന്, എൻ്റെ വീട്ടിലല്ലല്ലോ വേറൊരു സ്ഥലത്ത് പോയി യാത്രയും അതെല്ലാം കൊണ്ട് എനിക്ക് ആ 3 ദിവസം എടുത്താൽ അത് നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്കങ്ങനെ ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ പറ്റും, സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല അത് ചെയ്യുമ്പോഴേ. കുറേ റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ വർഷം എടുത്തില്ല. പക്ഷേ അതില്ലെങ്കിൽ അന്നോട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ 3 ദിവസം എടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഫാസ്റ്റിങ്. അല്ലെങ്കിൽ ഫ്രൈഡേ ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ്, അതാണ്. പക്ഷെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാലും ആരും എടുക്കാനൊന്നും പറയുമല്ല. അതൊക്കെ ഒത്തിരി സൂക്ഷിച്ചും ആലോചിച്ചും, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ ഒത്തിരി ഡോക്ടറോടൊക്കെ ചോദിച്ചും അഭിപ്രായം എടുത്തും ഒക്കെ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ 3 ദിവസം ഇങ്ങനെ കഴിക്കാതിരിക്കുന്നൊന്നും ചിലപ്പോൾ നല്ലതായിരിക്കത്തില്ല. അപ്പം ആരും എടുക്കാനൊന്നും നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്, 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു. ഞങ്ങളുടെ 3 ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഓരോ ദിവസത്തെയും എക്സ്പീരിയൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ, ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് എടുക്കുന്നത്. അതൊരു ഹെൽപ്പാണ് കേട്ടോ. രണ്ടുപേരും എടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം ഒരു സപ്പോർട്ട്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് 3 ദിവസത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. ഇതെടുക്കുമ്പോഴും ഞാൻ പറയുന്ന എല്ലാവരും അവരവരുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇങ്ങനത്തെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാവുള്ളൂ. അല്ലാതെ ഒന്നും ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷനുള്ളവർ, അസുഖങ്ങളുള്ളവർ സ്റ്റിൽ ഫാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ വർജിച്ച് നമുക്ക് ഫാസ്റ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ മധുരം കഴിക്കാതിരിക്കുക, ഒരാഴ്ച മധുരം കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ നോൺ വെജ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നോൺ വെജ് കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചായയും കാപ്പിയും ഒക്കെ ഏറെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കുടിക്കാതിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം നമുക്കിപ്പം ഫുഡ് കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഹെൽത്ത് നമ്മളെ അനുവദിക്കുന്നില്ല എങ്കിൽ അങ്ങനെ നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. അതിനോട് ഒരാൾ ചോദിക്കുകയും ചെയ്തായിരുന്നു എങ്ങനെ ഫാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിലൊക്കെ എങ്ങനെ നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാം എന്നൊക്കെ. അപ്പോൾ പ്രഗ്നൻസിയിലൊന്നും ഫാസ്റ്റിംഗ് എടുക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ, ഇപ്പോൾ സ്വീറ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ദിവസം സ്വീറ്റ് കഴിക്കാതിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരിത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മീഡിയയിൽ നിന്നൊരു ഫാസ്റ്റിംഗ് എടുക്കാം അല്ലേ. ഇങ്ങനെ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റായും അങ്ങനെയൊക്കെ കാണുന്നവരാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് എടുക്കാം അല്ലേ. ഇതൊന്നും കാണത്തില്ല. അത് അങ്ങനത്തെ ചെറിയ ചെറിയ സാക്രിഫൈസുകൾ എടുത്തിട്ട് നമുക്ക് കഴിക്കാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ അങ്ങനത്തെ ചെറിയ സാക്രിഫൈസുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഒരു വർഷത്തെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ഫാസ്റ്റിങ്ങും, പിന്നെ എല്ലാ ഫ്രൈഡേയും ഞങ്ങൾ നോൺ വെജ് കഴിക്കത്തില്ല. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾ 40 ദിവസത്തെ നോയമ്പ് കൃത്യമായിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാതെ നോക്കും. പിന്നെ 8 നോയമ്പ് എടുക്കും. ഫുഡ് കഴിക്കും, പക്ഷേ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. പിള്ളേർക്ക് മാത്രം മുട്ട കൊടുക്കും, ഞങ്ങൾ മുട്ടയും കഴിക്കത്തില്ല. പിന്നെ 25 നോയമ്പ്, ക്രിസ്മസിൻ്റെ 25 ഡേയ്സ് ഫാസ്റ്റിംഗ്. ഈ 3 ഞങ്ങൾ പ്രധാനമായിട്ട് വീട്ടിൽ എടുക്കുന്നത്. പിന്നെ എല്ലാ ഫ്രൈഡേയും എടുക്കും. അപ്പം ഇത്രയും എടുക്കുമ്പോൾ പിള്ളേർക്കും അറിയാം ആ ഒരു സമയത്ത് നമ്മൾ ഫാസ്റ്റിംഗ് ആണ്, അപ്പോൾ അവരും അതിന് പറയുന്നില്ല. അപ്പം അല്ലാതെ നമ്മൾ വേറെ 3 നോയമ്പുകൾ അങ്ങനെയൊക്കെയുള്ള നോയമ്പുകളുണ്ട്, പക്ഷേ ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല. ഈ 3 മെയിനായിട്ട് എടുക്കുന്നത്. 40 നോയമ്പ്, വലിയ നോയമ്പ് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള, പിന്നെ 25 നോയമ്പ് ക്രിസ്മസിൻ്റെ ടൈമിലുള്ള, പിന്നെ 8 നോയമ്പ് മാതാവിൻ്റെ 8 നോയമ്പ്, പിന്നെ എല്ലാ ഫ്രൈഡേയും നോൺ വെജ് കഴിക്കാതെ. ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും നോയമ്പെടുക്കുന്നത്. അപ്പോൾ നോയമ്പെന്ന് പറയുമ്പോൾ നോൺ വെജ് വർജിക്കുക, അതാണ് ഞങ്ങളുടെ നോയമ്പ്. ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നില്ല. വെള്ളിയാഴ്ച ദിവസം സഭ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു നേരം അങ്ങനെ കഴിക്കാതിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു റുട്ടീന്. അപ്പം നോയമ്പിനും പ്രാർത്ഥനയ്ക്കും നമ്മൾ പരിത്യാഗം എടുത്ത് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു ഫലമുണ്ട്. അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മളെ ഒത്തിരി ദൈവത്തിലോട്ട് അടുപ്പിക്കാനും, അതായത് ഈ അന്ധകാര ശക്തികളുടെയൊക്കെ ഒരു
ഇൻഫ്ലുവൻസ് ഉള്ളവരാണെങ്കിൽ അപ്പം നമ്മൾ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ വിട്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായ ഒരു പവറുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതാന്തസ് വെച്ച് നമ്മൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എല്ലാ ദിവസവും വേണം, പ്രാർത്ഥിക്കരുതെന്നല്ല. പക്ഷേ നമ്മൾ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം ഫീസിബിളാണോ, അല്ലെങ്കിൽ ഇത്രയും നോയമ്പൊക്കെ എത്രമാത്രം നമുക്ക് എടുക്കാം, അതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ ഭക്ഷണം ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ്, അല്ലെ ഇഷ്ടമുള്ള ഭക്ഷണം വർജിക്കുക, അങ്ങനത്തെ ഫാസ്റ്റിംഗ് എടുക്കുക, അല്ലെ നോൺ വെജ് വർജിക്കുക, അങ്ങനെ എടുക്കുക. ഭക്ഷണം ഉപേക്ഷിക്കാൻ കുഴപ്പമില്ല, ഒരു നേരം ഉപേക്ഷിച്ചിരിക്കുന്നതിന് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.